ഹലോ സാർ. സാബു, എന്താണ് സാർ? അയലത്തെ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതിയെന്ന് സംശയിക്കുന്ന രാജു ടൗണിലുണ്ട്. ഇപ്പൊ പോയാൽ കൈയോടെ പൊക്കാം. ആ കേസ് ഞാൻ ഏറ്റു. ഞാനിപ്പോ തന്നെ അവനെ പൊക്കിക്കോളാം. എക്സ്പീരിയൻസ് ഉള്ള വേറെ പോലീസുകാരുള്ളതാ. പക്ഷെ നിനക്ക് തന്നെ കേസ് ഞാൻ തരുവാ. ഓക്കെ സാർ, ഞാനിതാ ഇറങ്ങി. എന്താ സാർ? നീ സമയം കളരുത്, പെട്ടെന്ന് കൂടെ ചെല്ല്. അതിതാ എത്തി, പെട്ടെന്ന് എത്തി സാർ. അത് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞാനിതാ വന്നു. വേറെ പോലീസുകാരെ ഏൽപ്പിക്കണം. ഞാനിതാ വരുന്നു. വേറെ ആരും വേണ്ട, മറ്റു പോലീസുകാരൊന്നും വേണ്ട. സോറി ചേട്ടാ, സോറി. എങ്ങനെയാടാ, പോവല്ലേ? കള്ളന്മാരെല്ലാം ഇങ്ങനെ തന്നെയല്ലടാ പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ കേസ്. തെറ്റിയിട്ട് കരഞ്ഞിട്ടൊരു കാര്യം ഇടാം. ബാക്കിയെല്ലാം കോടതി തീരുമാനിക്കും. ആരാ? ചേട്ടാ, ഞാൻ സുമേഷ്. ചേട്ടനാരാ? ചേട്ടൻ ഈ വീട്ടിലെയാണോ? ഞാനിവിടെ പണി ചെയ്യുന്ന ആളാ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആരാ, പുതിയതായിട്ട് വന്നാണോ? ഞാൻ 70 വർഷം മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ അമ്മയുടെ നാട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ജോലിയൊക്കെ കിട്ടി, ഇവിടെ വീടൊക്കെ വെച്ചു. അതുകൊണ്ട് ഇനി ഇവിടെ ചേട്ടനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പുള്ളിയുടെ തന്നെ അടുപ്പം? അല്ല, അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു, അതുകൊണ്ട് ഇന്ന് പറയാനൊക്കെ വെച്ച് വന്നതാ. എന്നാ ചെല്ല്. ഞാനും വരാം. ശരി കേട്ടോ. കൃഷിയൊക്കെ ഉണ്ടല്ലോ. ഒരു റംബൂട്ടാൻ കൃഷി തുടങ്ങിയതാ. കൊള്ളാലോ. ഇതാണ് വീട്. ചേട്ടോ ഇവിടില്ലേ? ചേട്ടോ, ബെല്ലടിച്ചോ? ഉറക്കോയി. ചേട്ടായി, ഇവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നാ, അപ്പൊ കാണണമെന്ന് പറഞ്ഞു. ഇവൻ ആരാടാ? ചേട്ടായി, പത്രം പിടിച്ചോ? ചേട്ടായി, എൻ്റെ പേര് സുമേഷ്. ഞാൻ 20 വർഷം മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 20 വർഷം മുന്നേ? നീ എവിടെയായിരുന്നു ഇത്രയും കാലം? അതെന്നാന്ന് വെച്ചാ അച്ഛൻ മരിച്ച പിന്നെ 20 വർഷം ഞാൻ അമ്മയുടെ നാട്ടിലായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നതാ. അതെന്താടാ തിരിച്ചു വരാൻ കാരണം? അതെന്നാന്ന് വെച്ചാ എനിക്കിവിടെ ജോലിയൊക്കെ കിട്ടിയ ഒരു വീടൊക്കെ വെച്ചു. അപ്പൊ പിന്നെ ചേട്ടൻ അച്ഛൻ്റെ കൂട്ടുകാരനായോണ്ട് കാണാൻ വേണ്ടി ഒന്ന് വന്നതേ ഉള്ളൂ. നീ ആരുടെ മോനാടാ? അത് സാബു പണിക്കർ. തട്ടുകടക്കാരൻ സാബുവോ? അതെ ചേട്ടായി, എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ തട്ടുകടയില് സാബുച്ചേട്ടൻ്റെ മോനല്ലേ? അതെ. എന്താ ചേട്ടാ? അല്ല, ചുമ്മാ ചോദിച്ചെന്ന്. നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അത് എന്തോ സ്ട്രോക്ക് ആയിരുന്നു അമ്മേനോട് പറഞ്ഞത്. ഓന്റെ അച്ഛൻ എന്റെ വലിയൊരു കൂട്ടുകാരനായിരുന്നു. അവൻ എന്താ കുടിക്കാൻ വേണ്ടേ? അല്ല, അത് ഒന്നും കുടിക്കാൻ വേണ്ട. ചേട്ടായുടെ ഭാര്യയും മക്കളൊന്നും ഇവിടെ ഇല്ലേ?
അവര് വണ്ടി ഇട്ടിട്ട് പോയതാ. അങ്ങനെയൊന്നും പറയല്ലേ. അവനൊരു ജോലി കിട്ടിയപ്പോ അവനമ്മയും കൊണ്ട് വിദേശത്ത് പോയി. ഞാനിവിടെ അങ്ങ് നിന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് വീടൊന്ന് നോക്കാൻ. പോയിട്ട് വാ, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ കയറണേ. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെടാ. താങ്ക് യു, നന്ദി. No, something's gonna happen. All we can say is that we are so doomed. ഹലോ, ഹലോ. നമുക്ക് ഇന്നൊന്ന് കണ്ടാലോ? പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. നല്ല മരയല്ല ചേട്ടാ, മരം മാറിയിട്ട് പതുക്കെ വന്നാൽ മതി. കുഴപ്പമില്ല, മഴ മാറിയിട്ടാണേലും മതി. ശരി ചേട്ടാ. ചേട്ടായി. ഹായ്. ഇവിടെ വന്നിരിക്കേ. എന്നാ ഉണ്ട് ചേട്ടായി? എല്ലാ ദിവസവും പോലെ. നിന്റെ പരിപാടി ഇവിടെ എന്നാ? അത് ഇവിടെ അടുത്തൊരു കട എടുത്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി കാണണം. എന്നിട്ട് 2 മാസം കഴിയുമ്പോൾ തിരിച്ചു പോകും. നീ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണോ അതോ? അല്ല, നിലവിൽ ഒറ്റയ്ക്കാ, പക്ഷെ ഈ അമ്മേനെ കൊണ്ടുവരണം. താങ്ക് യു ചേച്ചിയാ. ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നതാണ്. ഉച്ചയ്ക്ക് നീ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നോ? ഉച്ചയ്ക്ക് പിന്നെ കഴിക്കാൻ നോക്കാം. ഒന്നങ്ങോട്ട് വരെ ചെന്നിട്ട് വരാവേ. എന്നുവെച്ചല്ലേ ചേട്ടാ ഇപ്പൊ വരാം. ഇല്ല, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അവൻ പോയോ? വീട്ടിലാരോ വന്നിട്ട് വിളിച്ചതാണ്, കാണാനാന്നും പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. വരുമായിരിക്കും. ഒന്ന് കഴുകണം. എടോയ്, പത്രം പിടി. ഇതന്നെ 9 മണിയായാലും ഉറക്കം തന്നെ തീർന്നില്ലേ? നമ്മുടെ റംബൂട്ടാനൊക്കെ ഇവിടെ മുളച്ചു തുടങ്ങി കേട്ടോ. ചേട്ടോ, ആരാ? ഇവിടെ ഒരാൾ മരിച്ചില്ലേ? മരിച്ചയാളുടെ മോനാ? ഇവിടെ താമസിക്കാനാണോ? കുറച്ച് നാളിവിടെ കാണും. എൻ്റെ അച്ഛനല്ലേ മരിച്ചത്. എങ്ങനെയാ മരിച്ചതെന്ന് അറിയണമല്ലോ. അല്ല, അത് ശ്വാസം മുട്ടിയാ മരിച്ചത്. ഇൻഹേലർ കാണാതെ പോയതെന്നാ പോലീസുകാർ പറയുന്നത്. അങ്ങനെ ചുമ്മാ വിശ്വസിക്കാൻ പറ്റുമോ? കാര്യങ്ങൾ അറിയട്ടെ, സത്യം അറിയണം. ഓക്കെ. ഇങ്ങോട്ട് തോന്നേ. എന്തായിരുന്നു? ഒരു സുമേഷ് ഇല്ലായിരുന്നു അവിടെ? അവനെ കൂടെ വിളി. ചേട്ടാ വിളിച്ചേ? സുമേഷാണോ? ഞാനാ വിളിക്കാൻ പറഞ്ഞ. ചേട്ടന് അവിടെ ഇരിക്കും. അച്ഛൻ മരിച്ചു കിടക്കുന്ന ആദ്യം കണ്ടത് നീയല്ലേ? ആദ്യം കണ്ട ഞാൻ പത്രപേപ്പർ കൊടുക്കാൻ കയറി വന്നപ്പോളാ. ഇനി പറ, നീ എന്തിനാണ് കൊന്നത്? ഞാൻ എന്തിനാ ചേട്ടനെ കൊല്ലുന്നേ? ഇല്ലാത്ത കാര്യമൊന്നും പറയില്ല കേട്ടോ. സുമേഷ് ആവാൻ സാധ്യതയില്ല, പക്ഷെ നീ ആരാന്ന് എനിക്കറിയാടാ സോമ.
ഞാൻ ചേട്ടനെ സ്വന്തം അച്ഛനെ പോലെ കണ്ടേ. ഞാനിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സുമേഷേ, നീ വിട്ടോ. ശരി ചേട്ടാ. ഞാൻ പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ എന്നും ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ആളല്ലേ? അന്നും വന്നിട്ടുണ്ടാവുമല്ലോ രാവിലെ 8 മണിക്ക്. അസ്വാഭാവികമായ എന്തെങ്കിലും ഇവിടെ കണ്ടിരുന്നോ? ഞാൻ എനിക്കെല്ലാം മനസ്സിലാവും. സോമനെ പേടിച്ചിട്ടല്ലേ ഒന്നും പറയാത്തെ? അല്ല, അന്ന് വീട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നോണ്ട് വരാൻ വൈകിപ്പോയതാ. ചെല്ല് ചെല്ല് ചെല്ല്. എന്നാ ശരി. സുമേഷേ, നീ വിട്ടോ. സോമനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ. നിന്നെ എനിക്കറിയാം. നിന്റെ അച്ഛൻ രാജനെ എൻ്റെ അച്ഛൻ കുറ്റവാളിയാന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്യുകയും അയാൾ അതിൻ്റെ വിഷമത്തിൽ തൂങ്ങി മരിക്കുകയും ചെയ്തതാണ്. നീ അതിൻ്റെ പ്രതികാരം തീർക്കുന്നതാണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അതിൻ്റെ പ്രതികാരം തീർക്കാനാണെങ്കിൽ ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്യണം. നേരെ പോയി കൊന്നാൽ പോലെ. നീ ചെല്ല്. അധികം കാലം നിന്നെ ഇങ്ങനെ മുങ്ങി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശരിക്കും പറയുക, ഞാൻ കൊന്നിട്ടില്ല. നിന്റെയൊക്കെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയാൽ നീയൊക്കെ പെടും. അല്ലെങ്കിൽ നിന്നെ ഞാൻ പെടുത്തും. എന്നെ ചേട്ടാ വിളിച്ചേ? ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടാവും? ഇല്ലല്ലോ. നിന്റെ അച്ഛൻ സൈക്കിളിൽ നിന്ന് വീണ് മരിച്ച സ്ഥലമാണിത്. എൻ്റെ അച്ഛനെ സ്ട്രോക്ക് ഒന്നും മരിച്ചതാണല്ലോ അമ്മ പറഞ്ഞത്. നീ കൂടുതൽ അഭിനയിക്കരുത്. ഞാൻ എന്ത് അഭിനയിക്കാനാ ചേട്ടാ? എല്ലാം എനിക്ക് മനസ്സിലായി. എങ്ങനെയാ മനസ്സിലായെന്ന് കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് സാറേ? ഇപ്പോഴാണെങ്കിൽ സോമൻ ഇവിടെ ഇല്ല. പേടിക്കാതെ എന്താ ഉണ്ടായെന്ന് എന്നോട് പറ. പേടിക്കണ്ട, പറ. ഞാനല്ലേ? സോമനല്ല. സോമനല്ലേ? എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ആ സമയത്ത് തേങ്ങ പൊതിക്കാൻ പോയായിരുന്നു. ഇവിടെ കണ്ട കാര്യം ആരോടെങ്കിലും പറഞ്ഞാ പിന്നെ ഞാൻ തീർക്കും. എൻ്റെ മക്കളെ ഓർത്തെങ്കിൽ പ്ലീസ് എന്നെ വെറുതെ വിടും. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ആരോടും പറയരുത്. ആരോടും പറയരുത്. എന്താ സുമേഷേ? വലുതായിട്ടൊന്നുമില്ല. അവസാനമായിട്ടൊന്ന് കാണാമല്ലോ. നീ ഇവിടുന്ന് തിരിച്ചു പോവാണോ? ചിലപ്പോൾ ഇവിടുന്ന് ഒരാൾ തിരിച്ചു പോകും. അതങ്ങ് മനസ്സിലായില്ലല്ലോ സുമേഷേ. അല്ല, വന്ന സ്ഥലത്തേക്കൊക്കെ ഒരിക്കൽ തിരിച്ചു പോകണമല്ലോ. ഇത് ചിലപ്പോൾ തൻ്റെ സമയമായിരിക്കും. ഭീഷണിയാണോ സുമേഷേ? ഭീഷണിയെങ്കിൽ ഭീഷണി. ചെയ്യാനുള്ളത് ചെയ്തു വരുന്നിട ഞാൻ പോകും. നിനക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എൻ്റെ അച്ഛനെ നിങ്ങൾ കൊന്നിട്ട് എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഇത് സാബുവിന്റെ കാര്യമാണോ നീ പറയുന്നത്? വണ്ടി ഇടിച്ച് കൊന്നിട്ട് പിന്നെ ഒന്നും അറിയത്തില്ലാത്തവരെ അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അബദ്ധം പറ്റിയതല്ലേടാ. എടാ, ഞാൻ നല്ല ധൃതിയിലായിരുന്നടാ അന്ന്. സാബുവിന് അങ്ങനെ സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ല. അവൻ അത്രയും ഗൗരവമായി പരിക്കൊണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയേനെ. മരിച്ചു കഴിഞ്ഞാൽ ഞാനെല്ലാം അറിയുന്നത്. എന്നാലും ആശുപത്രി കൊണ്ടുപോകാൻ തോന്നിയില്ലല്ലോ. എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. ദൈവം നേരിട്ട് പകരം ചോദിക്കാൻ വന്നില്ലെങ്കിൽ ദൈവം ഒരാളെ പകരം ചോദിക്കാൻ പറഞ്ഞു വിടും. അയാളാണ് ഞാനെന്ന് കൂട്ടിക്കോ. ചിരിക്കുന്നോടാ സോമ. ഞാൻ മടങ്ങാം. ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സുമേഷായിരുന്നു ഇത് ചെയ്തതെന്ന് അറിയുമ്പം സുമേഷാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചതിക്കുന്നത്. ഞാൻ മടങ്ങുക. എൻ്റെ വീട് ഇങ്ങനെ കിടക്കുക. അതൊന്ന് നോക്കി കണ്ട് നടത്തിക്കോണം. ഞാൻ ഫ്ലൈറ്റിൻ്റെ സമയമായി. ബസ് പിടിക്കാൻ പോവാം.
മെയ് 31, 2009. ഞാൻ കുറേ തെറ്റുകൾ ചെയ്തു. എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണമായവനെ ഞാൻ കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അപ്രത്യക്ഷമായി സുമേഷ് വന്നത്. അവൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ കൊന്നയാളുടെ വണ്ടി ഇടിച്ച് മരിച്ചയാളാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അവനെ വെച്ച് ഒരു കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് സാബു പണിക്കർ. അപ്പോൾ തീരുമാനിച്ച കാര്യമാണ്, ഇവനെ കൊണ്ട് ഞാൻ ഇയാളെ കൊല്ലുമെന്ന്. അവൻ വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവനെ വിളിച്ച് കാര്യം അവതരിപ്പിക്കാൻ നോക്കി. ഒന്നങ്ങോട്ട് വരെ ചെന്നിട്ട് വരാവേ. അന്നച്ചല്ലേ ചേട്ടാ ഇപ്പൊ എന്താ ചേട്ടാ വിളിച്ചേ? സങ്കടം തോന്നിയിട്ട് വിളിച്ചതാ. അയനാ ചേട്ടാ? കണ്ണാടിയൊക്കെ ഉണ്ടല്ലേ? അല്ല അങ്ങനെയല്ല, ഇടയ്ക്ക് നിന്റെ അച്ഛൻ സ്ട്രോക്ക് വന്നല്ല മരിച്ചത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, നിനക്ക് തിരിച്ചു പോവാം. അതെ ചേട്ടാ പറട്ടു. വേണ്ട, അത് ഞാൻ പറഞ്ഞ ചേട്ടായിനെ ഞാൻ വഞ്ചിക്കുന്ന പോലെ ആയിരിക്കും. പറ ചേട്ടാ. ദൈവത്തിനെ നിർബന്ധിക്കരുത്. പറയണോ? എത്ര പേടിപ്പിച്ചാലും ഞാൻ പറയില്ല. ഞാൻ പോയി ചേട്ടായോട് തന്നെ ചോദിക്കും കേട്ടോ. വേണ്ട, അത് ചേട്ടായുടെ മനസ്സിനെ വേദനിപ്പിക്കും. നീ പറയണം. എന്താണെന്ന് വെച്ചാൽ സുമേഷേ, ചേട്ടായി ഒരു കേസിൽ പ്രതിയെന്ന് സംശയിക്കപ്പെട്ട ഒരാളെ പിടിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് പാഞ്ഞു. നിന്റെ അച്ഛൻ്റെ സൈക്കിളിനടിച്ച് നിന്റെ അച്ഛൻ തേർച്ച റോട്ടിൽ വീണു. പക്ഷേ ചേട്ടായി അതൊന്നും വകവെച്ചില്ല. നിന്റെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ പറ്റിയ അതിന് ചേട്ടായി നിന്നു കൊടുത്തില്ല. ചേട്ടായി ജോലിയുടെ പുറകെ പോയി. അവനറിയാതെ ചേട്ടായിനെ എളുപ്പത്തിൽ കൊല്ലാനുള്ള വഴി അവന് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും നീ ചേട്ടായിയോട് പറയരുത്. ഞാൻ പറഞ്ഞെന്ന്. ചേട്ടായിക്ക് ശ്വാസം മുട്ടലിൻ്റെ രോഗമുള്ളതാ. പെട്ടെന്ന് ശ്വാസം മുട്ടി വല്ലതും പറ്റിപ്പോ? ഇല്ല ഇല്ല. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ ചേട്ടായി അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാരാ ചെയ്തതെന്ന്. Well, life is a long story about how you die. ശരിയാണെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം. എൻ്റെ അച്ഛനെ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് എൻ്റെ അച്ഛനെ ജീവിതം ഇല്ലാതാക്കിയതല്ലേ ഞാൻ വെറുതെ നടക്കുമെന്ന് തോന്നുന്നു. വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല. Now it's the end.